ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. നമ്മുടെ ഇന്നത്തെ ക്ലാസ് 3ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ യൂണിറ്റ് ടെസ്റ്റിൻ്റെ ക്ലാസ്സാണ്. നമ്മുടെ രണ്ടാമത്തെ യൂണിറ്റ് മലഹാരപ്പൊതി എന്നുള്ള രണ്ടാമത്തെ യൂണിറ്റിൻ്റെ ഫസ്റ്റ് പാർട്ടിൻ്റെ ക്ലാസ്സാണ്. ഫസ്റ്റ് പാർട്ട് യൂണിറ്റ് ടെസ്റ്റിൻ്റെ ക്ലാസ്സാണ്. അപ്പോൾ നമ്മൾ ഏതൊക്കെ പാഠങ്ങളാണ് ഇവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വെച്ചാൽ ഞാനല്ല, നമ്മുടെ പലഹാരപ്പൊതി എന്നുള്ള രണ്ടാമത്തെ യൂണിറ്റിൻ്റെ ആദ്യം എന്നുള്ള സെക്ഷനിൽ ഞാനല്ല എന്നുള്ള കവിതയും, മുന്തിരിങ്ങ, പിന്നെ തോൽക്കില്ല ഞാൻ, പലഹാരക്കൊതിയന്മാർ, ഈ 3 പാഠങ്ങളുമാണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 3 പാഠങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള 4 പാഠങ്ങളും കൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഫുൾ യൂണിറ്റ് റിവിഷൻ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. മൊത്തം 30 മാർക്കിന്റെ ചോദ്യങ്ങളാണ് കേട്ടോ. ടോട്ടൽ 30 മാർക്കാണ് ചോദ്യങ്ങൾ. അപ്പോൾ നമുക്ക് എത്ര ആക്ടിവിറ്റീസ് ഉണ്ട്, എത്ര പ്രവർത്തനങ്ങൾ ഉണ്ട് എന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യം കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്താൽ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻസ് അറിയിക്കുക. മലയാളം മാത്രമല്ല എല്ലാ സബ്ജക്റ്റിൻ്റെ ക്ലാസ്സുകളും നമ്മൾ അപ്ലോഡ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ യൂണിറ്റ് ടെസ്റ്റിൻ്റെ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യാറുണ്ട്. എല്ലാ സബ്ജക്റ്റിൻ്റെ പ്ലേലിസ്റ്റ് ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. കാണാത്ത വീഡിയോസിലെങ്കിൽ ഒന്ന് കാണുക നമ്മുടെ ടോപ്പേഴ്സ് വേൾഡിൻ്റെ. അപ്പോൾ ഇതാണ് നമ്മുടെ ഒന്നാമത്തെ പ്രവർത്തനം 1. മുന്തിരിങ്ങ എന്ന പാഠത്തിലെ വന്യയുടെ അമ്മ എഴുതുന്ന ഡയറി. അതായത് മുന്തിരിങ്ങ കളവ് പോയ ദിവസത്തെ ഡയറിയാണ് കേട്ടോ. മുന്തിരിങ്ങ കളവ് പോയ ദിവസത്തെ ഡയറി. അപ്പോൾ വന്യയുടെ അമ്മയാണ് എഴുതുന്നത്. അപ്പോൾ ആ ഡയറിയാണ് നിങ്ങൾ ഇവിടെ എഴുതേണ്ടത് കേട്ടോ. ഡയറിയാണ്, 5 മാർക്കിന്റെ ചോദ്യമാണ്. അപ്പോൾ ഡയറി എഴുതുമ്പോൾ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം? അതെ, നമ്മൾ ദിവസം എഴുതണം അല്ലേ, ദിവസവും തീയതിയും എഴുതാൻ മറക്കരുത്. ദിവസവും തീയതിയും എഴുതുക. അതുപോലെ ഒരുപാട് വാരി വലിച്ചിട്ട് പ്രധാനമായ വിഷയമായിരിക്കണം അവിടെ എഴുതേണ്ടത്. അല്ലാതെ ചോറുണ്ടു, ചായ കുടിച്ചു, അങ്ങനെ അത്തരം കാര്യങ്ങൾ എഴുതാതെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അന്നേ ദിവസം നടന്ന കാര്യങ്ങൾ മാത്രം എന്ത് ചെയ്യുക, അന്നേ ദിവസത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം എഴുതുക. ഒരുപാട് വാരി വലിച്ച് എഴുതാൻ നിൽക്കരുത്. 5 മാർക്കിന് ചോദ്യമാണ് കേട്ടോ. ഒന്നാമത്തെ പ്രവർത്തനം ഡയറി എഴുതുന്നതാണ്. അടുത്തത് രണ്ടാമത്തെ പ്രവർത്തനം 2. വന്യയുടെ അച്ഛനും അമ്മയുടെയും സംഭാഷണം എഴുതുക. അതായത് മുന്തിരിങ്ങ കളവ് പോയ ദിവസം അവന്റെ അച്ഛനും അമ്മയും കൂടെ അച്ഛനും അമ്മയും എന്തായിരിക്കും സംസാരിച്ചിട്ടുണ്ട് അവർ രാത്രി. അന്നേ ദിവസം ആ സംഭവങ്ങളൊക്കെ കഴിഞ്ഞു. ആരാണ് മുന്തിരിങ്ങ കട്ടെടുത്തത്, ആരാണ് കഴിച്ചതെന്നെല്ലാം കണ്ടുപിടിച്ചു. അന്നേ ദിവസം അച്ഛനും അമ്മയും രാത്രി നിന്ന് സംസാരിക്കണം. അപ്പോൾ അവരുടെ സംഭാഷണമാണ് എഴുതേണ്ടത്. അതാണ് രണ്ടാമത്തെ പ്രവർത്തനം. 5 മാർക്കിന്റെ ചോദ്യമാണ് കേട്ടോ. മിനിമം എന്താണ്, ഒരു അച്ഛനും അമ്മയും തമ്മിലുള്ള മെയിനായിട്ട് നടന്ന സംഭവങ്ങൾ സംഭാഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. അടുത്തത് പ്രവർത്തനം 3. തോൽക്കില്ല ഞാൻ എന്ന കവിതയ്ക്ക് ഒരു ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുക. അപ്പോൾ ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുമ്പോൾ തീർച്ചയായിട്ടും കവിതയുടെ ആശയമൊക്കെ അറിയണം അല്ലേ. അപ്പം നിങ്ങൾക്ക് തോൽക്കില്ല ഞാൻ എന്ന കവിത അറിയില്ല എങ്കിൽ, അല്ലെങ്കിൽ കവിതയുടെ ആശയം അറിയില്ലെങ്കിൽ തോൽക്കില്ല ഞാൻ എന്ന പാഠത്തിൻ്റെ ക്ലാസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതെടുത്ത് കണ്ടു നോക്കുക. നമ്മുടെ മലയാളത്തെ പ്ലേലിസ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കി നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ പ്ലേലിസ്റ്റ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആസ്വാദനക്കുറിപ്പാണ്. അപ്പോൾ എന്ത് ചെയ്യുക, കുറച്ച് എല്ലാ അതിൻ്റെ ഉള്ളിലുള്ള ആശയം, കവിതയുടെ ആശയം ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. അതുപോലെ കവിത എഴുതിയിരിക്കുന്നത് ആരാണെന്നൊക്കെ എഴുതുക. ഇതാണ് നമ്മുടെ 3ാമത്തെ പ്രവർത്തനം, ആസ്വാദനക്കുറിപ്പാണ്. 5 മാർക്കിന്റെ ചോദ്യമാണ്. അടുത്ത 4ാമത്തെ പ്രവർത്തനം മുന്തിരിങ്ങ എന്ന കഥയും തോൽക്കില്ല ഞാൻ എന്ന കവിതയും തമ്മിൽ താരതമ്യം ചെയ്ത് താരതമ്യക്കുറിപ്പ് തയ്യാറാക്കുക. അപ്പോൾ രണ്ടും കമ്പയർ ചെയ്ത്, രണ്ടും താരതമ്യം ചെയ്ത്, മുന്തിരിങ്ങ എന്ന കഥയും അതുപോലെ തോൽക്കില്ല ഞാൻ എന്ന കവിതയും താരതമ്യം ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറയുന്നത്, താരതമ്യക്കുറിപ്പ് തയ്യാറാക്കേണ്ടത് കേട്ടോ. 5 മാർക്കിന്റെ ചോദ്യമാണ്. അടുത്ത 5ാമത്തെ പ്രവർത്തനം പലഹാരക്കൊതിയന്മാർ എന്ന കഥയിലെ ചോണൻ ഉറുമ്പിനെയും എല്ലാവർക്കും ഓർമ്മയില്ലേ കൂട്ടുകാരെ? എല്ലാവർക്കും ഓർമ്മയില്ലേ ചോണൻ ഉറുമ്പും? ഇവിടെ ചോണൻ ഉറുമ്പും എന്നാണ് കേട്ടോ, ഇട്ടുപോയതാണ്. ഇവിടെ ചോണൻ ഉറുമ്പും മണിയൻ ഉറുമ്പും പൊന്നാനി ചന്തയിൽ പോയി മതി വരുവോളം പലഹാരങ്ങൾ കഴിച്ചു. അന്നേ ദിവസത്തെ ചോണൻ ഉറുമ്പിന്റെ ഡയറി തയ്യാറാക്കുക. അപ്പൊ ചോണൻ ഉറുമ്പിന്റെ ഡയറിയാണ് കേട്ടോ എഴുതേണ്ടത്. വളരെ രസകരമായിട്ട് എഴുതുക. തീയതി ദിവസം എഴുതാൻ മറക്കരുത് ഡയറി എഴുതുമ്പോൾ. പിന്നെ അതുപോലെ അന്നേ ദിവസം നടന്ന സംഭവങ്ങളെല്ലാം വിവരിച്ചെഴുതുക. 5 മാർക്കിന്റെ ചോദ്യമാണ്. അടുത്തത് 6ാമത്തെ പ്രവർത്തനം മണിയൻ ഉറുമ്പ് പൊന്നാനി ചന്തയിൽ പോയി വന്ന് അവിടുത്തെ വിശേഷങ്ങളെല്ലാം അമ്മയോട് പറയുകയാണ്. സംഭാഷണം പൂർത്തിയാക്കുക എന്ന് വെച്ചാൽ മണിയൻ ഉറുമ്പും അമ്മയും തമ്മിലുള്ള സംഭാഷണമാണ് എഴുതേണ്ടത്. ഇതും 5 മാർക്കിന്റെ ചോദ്യമാണ്. അപ്പൊ മൊത്തം എത്ര പ്രവർത്തനങ്ങളാ? 6 പ്രവർത്തനങ്ങളാണ് അല്ലേ. 6 പ്രവർത്തനങ്ങളാണ്. എല്ലാം കുറച്ച് വലിയ ചോദ്യങ്ങൾ തന്നെയാണ്. അപ്പൊ എന്ത് ചെയ്യുക, തെറ്റുകൂടാതെ വൃത്തിയായിട്ട് എഴുതുക. എന്തെങ്കിലും നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. അപ്പൊ എല്ലാ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്ത് നോക്കുക. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ക്ലാസ്. എല്ലാ കൂട്ടുകാർക്കും ക്ലാസ് ഇഷ്ടമായോ? ക്ലാസ് ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്, നമ്മുടെ എല്ലാ യൂണിറ്റ് ടെസ്റ്റും ചെയ്ത് നോക്കുക. വരാൻ പോകുന്ന എക്സാമിന് നിങ്ങൾക്ക് ഒരുപാട് സഹായമാകും. അതുപോലെ വേറെ ഏതെങ്കിലും പ്രധാനമായ ഏതെങ്കിലും സബ്ജക്ട് നമ്മൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ, യൂണിറ്റ് ടെസ്റ്റ് അപ്ലോഡ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതുകൂടെ ഒന്ന് കമന്റ് ചെയ്യുക. തീർച്ചയായിട്ടും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ക്ലാസ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്തിട്ട് നിങ്ങളുടെ കൂട്ടുകാർക്ക് ഒന്ന് ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.
താങ്ക് യു.